ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും എക്സിറ്റർ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ എക്സിറ്റർ ചർച്ചിലത്തെ കത്തീഡ്രലത്തെ എല്ലാ കാഴ്ചകളും നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് കടന്നു. വളരെ മനോഹരമായ കാഴ്ചകളും കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. കത്തീഡ്രലിന് പുറത്ത് നല്ല നല്ല കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ആ തെരുവൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. എവിടെ നോക്കിയാലും നല്ല മനോഹര കാഴ്ചകളാണ് കേട്ടോ. കടകൾക്കിടയിൽ കൂടെ കാണുന്ന ആകാശക്കീറിന് എന്താ ഒരു ഭംഗി. ഇവിടെ ഈ മരത്തിൽ നിറയെ ബൾബ് തൂക്കിയിട്ടിട്ടുണ്ട്. പ്രത്യേക തരത്തിലെ ഗോളാകൃതിയിലുള്ള ബൾബുകൾ. അത് കാണാൻ നല്ല ഭംഗിയാണ്. പ്രത്യേക സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളും. നവംബറിൽ അലക്സാണ്ടർ രാജകുമാരി പണ്ട് കെട്ടിടമാണിതെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ കൂടിയാണ് നമ്മൾ പുറത്തേക്ക് കിടക്കുന്നത്. സമയം ഏകദേശം 2 മണിയോടെ എടുക്കുന്നു. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ധാരാളം ഭക്ഷണശാലകൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ളത് എന്തായിരിക്കും അറിയില്ല. പല രാജ്യത്തെ പലതരം ഭക്ഷണങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങളൊരു തായ് റെസ്റ്റോറൻറ്റിലാണ് കയറിയിരിക്കുന്നത്. അവിടുന്ന് ഓർഡർ ചെയ്ത ഭക്ഷണ സാധനങ്ങളൊക്കെയാണിത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. മക്കൾ ഓർഡർ ചെയ്തതാണ്. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും അത്ര ടേസ്റ്റ് എന്ന് പറയാൻ നമുക്ക് നമ്മുടെ രസമുകുളങ്ങൾക്ക് അത് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നുന്നില്ല എന്ന് മാത്രം. മക്കൾക്കൊക്കെ അതിഷ്ടമാണ്. ഇതിൽ കുഴപ്പമില്ല. അതേ സോസും ഒഴിച്ചിട്ടുള്ളതാണ്. വീണ്ടും അത് കഴിഞ്ഞ് ഞങ്ങളത് പുറത്തിറങ്ങി തെരുവേദികളിലൂടെ നടക്കുകയാണ്. മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ് കേട്ടോ. സ്ട്രീറ്റിൻ്റെ 2 സൈഡും കാണാത്ത ഇങ്ങനെ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നിട്ടാണ് കേട്ടോ. അവിടുത്തെ ലൈൻസ് വരണം. അവിടെ പടയായിട്ട് തെരുവ് കച്ചവടക്കാരെ കാണുന്നുണ്ട് കേട്ടോ. വണ്ടികളിൽ ഉന്തിക്കൊണ്ട് കിടക്കുന്ന തെരുവ് കച്ചവടക്കാർ. ഇവിടെ പല സ്ഥലത്തും ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ 2018 വന്നിരിക്കുമ്പോൾ ഇവിടെ യൂറോപ്യൻ കൺട്രീസിലെ പല ഭാഗങ്ങളിലും നടന്ന് മതിയായി സ്ഥലത്തും ഇരിപ്പിടങ്ങളൊന്നും കണ്ടിരുന്നില്ല. Please do not feed the birds. പക്ഷികളെ ഫീഡ് ചെയ്തെന്നൊക്കെ എല്ലാ ടേബിൾ ബെഞ്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് ഞങ്ങൾ ഇത്തിരി ഇരുട്ട് പോലെ തോന്നുന്ന സ്ഥലത്തിൽ കൂടെ നടക്കണം. ഇരുട്ടൊന്നല്ല, മരങ്ങൾ നിറഞ്ഞിരിക്കണോണ്ടുള്ള ഇതാണ് കേട്ടോ കുറച്ച് സ്ഥലം. ഈ വലിയ മതിലിൻ്റെ അപ്പുറത്ത് റിക്രിയേഷൻ
കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അവിടെ കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡും കാണാൻ പറ്റുന്നതാണ്. മുകളിലൊക്കെ ഗ്ലാസ് ഇട്ടേക്കുന്നു. രണ്ട് ഭാഗത്തേയും കടകൾ കാണാം. നേരത്തെ കണ്ട പള്ളി, ഇവിടെ നിന്ന് വേറൊരു കണ്ട ചർച്ച്, കത്തീഡ്രലിൻ്റെ ചുറ്റുവട്ടത്തുള്ള മിക്ക കാഴ്ചകളും ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കത്തീഡ്രലിൻ്റെ മുമ്പിലേക്ക് തന്നെ എത്തുന്നുണ്ട്. ഓട്ടം കറങ്ങി ഇനി ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ആരോ ഓർഡർ ചെയ്തിട്ടുള്ള ഭക്ഷണം കൊണ്ട് പാഞ്ഞു പോവുകയാണ് ഒരാൾ സൈക്കിളിൽ. ഇവിടുത്തെ പബ്ലിക് ബസ്സാണ് കേട്ടോ, ബസ് ട്രാൻസ്പോർട്ടാണ് കേട്ടോ കണ്ടത്. UK മുഴുവൻ വ്യാപിച്ച് കിടക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ചെയിനാണ് കേട്ടോ അത്, ടെസ്കോ. പ്രശാന്തിൻ്റെ അതും അതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിക്കാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വരുന്ന പാർത്തുന്നതിനിടയിലാണ് ഒരു മനോഹര കാഴ്ച കണ്ടില്ലേ, ഒരു ഫ്ലെമിംഗോ പറന്നു വന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള വേസ്റ്റ് ബോക്സിൽ എന്തോ ഭക്ഷണാവശിഷ്ടം.
വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അത് കംപ്ലീറ്റ് ആക്കാൻ കിട്ടിയത്. അത് വരുന്നതിനിടയിൽ പറഞ്ഞു പോലെ നേരം വൈകി ഭക്ഷണം കഴിച്ചില്ല. ഒരു കൗളിലൊക്കെ ചെറുക്കും കൂട്ടത്തിലൊരു പ്രാവും ഉണ്ടായിരുന്നു. വന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാരുടെ തിരക്കുണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ സുഹൃത്തിൽ വന്ന് നമുക്കൊരു ഭക്ഷണം മുഴുവനും ഒരുവിധം കഴിച്ചതിൻ്റെ ശേഷം കേട്ടോ പറഞ്ഞു പോയത്. ഇനി ഞങ്ങൾ കാറിട്ട സ്ഥലത്തേക്ക് പോവാണ്. നല്ല മനോഹരമായ ശൈലിയിൽ പണിയിച്ചിരിക്കുകയാണ് പട്ടണം കേട്ടോ. നല്ല ഡെക്കറേഷൻ. വീതിയേറിയ നടപ്പാതയുടെ രണ്ട് വശത്തും വലിയ വലിയ കടകളാണ്. എസ്കലേറ്ററിൽ കയറിയിട്ട് ഞങ്ങൾ എത്തിയത് പുറത്തുള്ള മുകളിലുള്ള കാർ പാർക്കിങ്ങിലാണ്. ധാരാളം കാറുകൾ അപ്പോഴും അവിടെ ഉണ്ട്. ഞങ്ങളുടെ വണ്ടി എടുക്കുന്നത് ഉള്ളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് നടക്കുകയാണ്, കാർ പാർക്കിങ്ങിൻ്റെ ഉള്ളിലേക്ക്. ഇവിടെ നിന്നുള്ള കാഴ്ചയും അതിമനോഹരമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും കാറിൽ കയറി. അപ്പോൾ ഞങ്ങൾ ഇനി വീട്ടിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ എക്സിറ്റർ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ ചർച്ച കാണുന്നുണ്ട്. ഇനിയും ഇവിടെ ധാരാളം കാഴ്ചകളുണ്ട്, ഇതേപോലെ മനോഹരമായ കാഴ്ചകൾ. അതെല്ലാമായി ഞാൻ നിങ്ങൾക്ക് മുമ്പിലെത്തും. ഇവിടുത്തെ വഴിയോര കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് കണ്ട്. പറഞ്ഞാലും വീട്ടില്ല എന്ന് പറഞ്ഞ വളരെ ഭംഗിയാണ്. ഇന്നത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ട എന്താ ചെയ്യുക? ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാതെ. സൂര്യ വെളിച്ചത്തിനൊരു പ്രത്യേക ഭംഗിയാണ്. കെട്ടിടങ്ങളൊക്കെ അതിലിങ്ങനെ ഒരു ചെറിയ മഞ്ഞ നിറത്തിലിട്ടാണ് കാണുന്നത്. ഇതുപോലെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നതുവരേക്കും എല്ലാവരും സുഖമായിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സസ്നേഹം വിട പറയുന്നു. നിങ്ങളുടെ അമ്മു.